പ്രിയമുള്ള കൂട്ടുകാരെ, നമ്മളങ്ങനെ മീനെല്ലാം വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് കഴുകിയെടുക്കാം. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഈറ്റയുടെ ഇലയാണ്. ഇത് അരവുള്ളത് കൊണ്ടാണ് നമ്മൾ ഈറ്റയുടെ ഇല എടുത്തിരിക്കുന്നത്. ഈറ്റയുടെ ഇല ഇട്ടാത്തവർ ഉപ്പനച്ചം അല്ലെങ്കിൽ നമ്മുടെ തൊണ്ടിപ്പഴം ഇതിൻ്റെയൊക്കെ ഇലയ്ക്ക് അരവുണ്ട്, അതിട്ട് വേണം ഈ മീൻ കഴുകിയെടുക്കാൻ. ഇതിൻ്റെ കൂടെ നമ്മൾ കല്ലുപ്പൂട് ഇടുകയാണ്. കല്ലുപ്പ് കുറച്ച് കല്ലുപ്പൂടിട്ട് നമ്മൾ കഴുകിയെടുക്കുകയാണ്. നല്ലപോലെ നമുക്ക് മറ്റേ ഇതിനകത്തില്ല, മറ്റേ പാത്രത്തിൽ തന്നെ ഇടാം. ഇത് സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് പെട്ടെന്ന് ഇതിനകത്തില്ല. ഇതാണ് നല്ലതുപോലെ കഴുകിയെടുക്കുക. ഇത് വെട്ടിയെടുത്തിരിക്കുന്നത് കൂട്ടുകാർ കാണണം. നമ്മൾ നത്തോലിയൊക്കെ വെട്ടിയെടുക്കുന്ന പോലെ, അതായത് ചൂടമീൻ വെട്ടിയെടുക്കുന്ന പോലെയാണ് ഇത് വെട്ടിയെടുത്തിരിക്കുന്നത്. തലയും ചിറകും അതിന് ഉള്ളിലെ അഴുകും എല്ലാം കളഞ്ഞ് പാലും എല്ലാം കളഞ്ഞിട്ട് നല്ല ക്ലിയറായിട്ട് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് വെട്ടിയെടുക്കുന്നത്. ആദ്യം തേച്ചത് ഇലയെല്ലാം പെറുക്കി കളയുക. ചെയ്യണ്ടോ, ക്ലിയറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1-2 പ്രാവശ്യം കഴുകണം. ഇത് 2-3 പ്രാവശ്യം ഇത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. വീണ്ടും പഴയതുപോലെ തന്നെ ഇലയിട്ട് ഉപ്പുമിട്ട് കഴുകിയെടുക്കാം. മൺചട്ടിക്കകത്തിട്ട് കഴുകുന്നതാണ് കൂട്ടുകാരെ എളുപ്പം. നമ്മുടെ മൺചട്ടി പൊട്ടിപ്പോയി, അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റീലിൻ്റെ അലൂമിനിയത്തിൻ്റെ ഈ ചട്ടി ഉപയോഗിക്കുന്നത്. വീണ്ടും ഒരിക്കൽ കൂടി കഴുകുകയാണ്. ഇനി ഉപ്പിട്ട് കഴുകിയാൽ മതി. നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്രയും കഴുകിയെടുത്താൽ മതി. ഒന്നുകൂടെ നമുക്കൊന്ന് കുറച്ചെടുക്കണം. നമ്മൾ ഇതിനകത്താണ്, ഉള്ളിലാണ് നമ്മൾ വെക്കുന്നത്. നമുക്കതുകൊണ്ട് ഒന്നുകൂടെ ഉടച്ചെടുക്കാം. ഓക്കെ, പ്രിയമുള്ള കൂട്ടുകാരെ, നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത് നമ്മൾ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ചെറിയ തേങ്ങയാണ്. ഒരു 3-4 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ചുമന്നുള്ളി അല്ലെങ്കിൽ വലിയ ഉള്ളി ആയാലും മതി. നമ്മൾ ഒരു 5-6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമ്മൾ 1 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി എടുത്ത് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നമ്മൾ മിക്സിയിലിട്ട് അടിക്കുന്നത് കൊണ്ടാണ്. ഒരു ചെറിയ സവാള എടുത്തരിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏറെ കാന്താരിമുളകാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കൂടാതെ പച്ചക്കുരുമുളകും ഉപയോഗിക്കുന്നുണ്ട്. പച്ചക്കുരുമുളക് കിട്ടുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നമ്മളിപ്പോൾ കുരുമുളക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കാന്താരിയാണ് ഉപയോഗിക്കുന്നത്. ഇതെല്ലാം കൂടെ നമ്മൾ ഒരു മിക്സിയിൽ ഇട്ട് കൊടുക്കുകയാണ്. ഒരു കറക്കി നമുക്ക് ഇതെടുക്കാം.
അടുത്തതായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീനാണ്. നല്ലതുപോലെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ അരപ്പ് ഒരു തവണ മാത്രമേ നമ്മൾ മിക്സിയിൽ ഇതടിക്കാവൂ. അല്ലെങ്കിൽ മിക്സിയില്ലാത്തവർ അരയിൽ നിന്ന് ചതച്ച് എടുത്തുകൊണ്ട് വരിക. മുൻപ് കണ്ട സാധനങ്ങൾ അരയിൽ നിന്ന് ചതച്ച് കൊണ്ടുവരിക. കൂട്ടുകാരെ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇപ്പോൾ തന്നെ നിങ്ങളൊരു ലൈക്ക് തരിക. കൂട്ടുവിടാത്ത കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. ഫേസ്ബുക്ക് കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ആ മിക്സിയുടെ ജാറിൽ അരപ്പ് കഴുകിയ വെള്ളം കൂടി ഇതിന് ഉള്ളിൽ ഒഴിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. അപ്പം നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂണ് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. മീന് അല്പം അധികമുണ്ട്, അതുകൊണ്ടാണ്. 1 കിലോ മീനോളം ഉണ്ട്. നമ്മളൊരു 4-5 കഷ്ണം തോട്ടുപുളി ഇട്ട് കൊടുക്കുകയാണ്. മീൻപുളി എന്നൊക്കെ പറയും. ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം, കാരണം പെട്ടെന്ന് അത് വെന്ത് കിട്ടാൻ വേണ്ടിയാണ്. ഇത് നമ്മൾ നേരത്തെ തന്നെ വെള്ളത്തിലിട്ടതാണ്. നമ്മൾ മീൻ വെട്ടുന്ന സമയത്ത് തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. എല്ലാം കൂടെ നമുക്കൊന്ന് യോജിപ്പിച്ചൊന്ന് കൈ കൊണ്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കുക. മഞ്ഞൾ അല്പം കുറവുണ്ട്, നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയോടെ ഇട്ട് കൊടുക്കാം. മഞ്ഞളിന് അല്പം നിറ കുറവുണ്ട്, നമുക്ക് മഞ്ഞൾപ്പൊടി അല്പം കൂടെ ഇട്ട് കൊടുക്കാം. കൂട്ടുകാരെ, ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മീന് മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. നമ്മൾ എല്ലാ പാചകം ചെയ്യുന്നത് വിറകടുപ്പിലാണ്. നമുക്കതിന് മുകളിലേക്ക് നമ്മുടെ മീൻ വെച്ച് കൊടുക്കാം. അതിന് ഒന്ന് അടച്ചു കൊടുക്കാം. നമ്മുടെ ഇതിന് ചേരുന്ന പാത്രം ഇതേ ഉള്ളൂ. നല്ലതുപോലെ നമുക്ക് തീ കത്തിച്ച് കൊടുക്കാം. നല്ല തീയിൽ ഇട്ട് കൊടുക്കുക. നമുക്ക് ഇനി അതൊന്ന് തുറന്ന് നോക്കാം. ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ പുളിയെല്ലാം എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കൂട്ടുകാർ, ഈ വീഡിയോ കണ്ട് ഇതുപോലെ ഒന്ന് തയ്യാർ ചെയ്യുക. ഇത് വായമ്പ് മീനാണ്. ഗർഭിണികളും സ്ത്രീകളുമൊക്കെ തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ട ഒരു മീനാണ്. കാരണം തൈറോയ്ഡ് പോലുള്ള അസുഖങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് മീനാണ്. ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മീൻ കഴിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ചിലർക്ക് ഈ മീൻ കയ്പായതുകൊണ്ട് കഴിക്കാൻ അല്പം പ്രയാസമാണ്. പക്ഷേ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചാൽ നിങ്ങൾക്ക് പിന്നീട് ഈ മീൻ തന്നെ നിങ്ങൾ വാങ്ങി പാചകം ചെയ്യും. വെള്ളം പറ്റിയോ എന്ന് നമുക്കൊന്ന് വകുത്ത് നോക്കാം. ഇതുമാതിരി വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. കൂട്ടുകാരെ, ക്യാൻസറിനും മറ്റും പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു മീനാണ്. വെള്ളമെല്ലാം പറ്റി നമുക്കതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവർ വെളിച്ചെണ്ണ ഉപയോഗിക്കുക. നമ്മളിവിടെ പാം ഓയിലാണ് ഉപയോഗിക്കുന്നത്. കാരണം വെളിച്ചെണ്ണയുടെ വില കാരണം ഇപ്പം നമ്മൾ പാം ഓയിലാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മളുടെ മീൻപീര റെഡി ആയിട്ടുണ്ട്. നമ്മൾ അതെടുത്ത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. മറ്റുള്ള ബന്ധുക്കൾക്കും കൂട്ടുകാർക്കും ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. യൂട്യൂബിൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യുക. ഇതുപോലെ തന്നെ ഈ മത്സ്യം ഉണ്ടാക്കി കഴിച്ചു നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.